എക്സലിലെ വി ലുക്കപ്പ് ഫംഗ്ഷന്റെ പ്രിഡിസസർ അഥവാ മുൻഗാമി എന്ന് പറയാവുന്ന ഫംഗ്ഷനാണ് ലുക്കപ്പ്. ലുക്കപ്പ് ഫംഗ്ഷന്റെ പല പോരായ്മകളും പരിഹരിച്ചുകൊണ്ടാണ് വി ലുക്കപ്പ് ഫംഗ്ഷൻ എക്സലിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ വി ലുക്കപ്പ് ഫംഗ്ഷൻ വന്നതിന് ശേഷം പല ആളുകളും ലുക്കപ്പ് ഫംഗ്ഷൻ ഉപയോഗിക്കാതെയായി. പക്ഷേ ഇപ്പോഴും ചില പ്രത്യേക പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് അഡ്വാൻസ്ഡ് എക്സൽ യൂസേഴ്സ് ലുക്കപ്പ് ഫംഗ്ഷൻ ഉപയോഗിക്കാറുണ്ട്. ലുക്കപ്പ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് എങ്ങനെ, ലുക്കപ്പ് ഫംഗ്ഷൻ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെ, ലുക്കപ്പ് ഫംഗ്ഷൻ ഉപയോഗിച്ച് സോൾവ് ചെയ്യാൻ സാധിക്കുന്ന ആ പ്രത്യേക പ്രോബ്ലംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒരു കോളത്തിൽ നിന്ന് നമ്മൾ പറയുന്ന വാല്യൂ കണ്ടെത്തിയ ശേഷം അതേ വരിയിലെ മറ്റ് കോളങ്ങളിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള വാല്യൂ തിരിച്ചു തരുന്ന എക്സൽ ഫംഗ്ഷനാണ് ലുക്കപ്പ്. ലുക്കപ്പ് ഫംഗ്ഷൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം. ഈ ടേബിളും ശ്രദ്ധിക്കുക. ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന കുറച്ച് ആളുകളുടെ ഡീറ്റെയിൽസ് ആണ് ഈ കാണുന്നത്. ആദ്യത്തെ കോളത്തിൽ എംപ്ലോയി ഐ ഡി, രണ്ടാമത്തെ കോളത്തിൽ എംപ്ലോയിയുടെ പേര്, മൂന്നാമത്തെ കോളത്തിൽ സാലറി. ഇനി ഈ ടേബിളിൽ നിന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്ന എംപ്ലോയി ഐ ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എംപ്ലോയിയുടെ പേര് കണ്ടെത്തണം. XNC 116 എന്ന എംപ്ലോയി ഐ ഡി ഉള്ള എംപ്ലോയിയുടെ പേര് ലുക്കപ്പ് ഫംഗ്ഷൻ ഉപയോഗിച്ച് എങ്ങനെയാണ് കണ്ടെത്തുന്നത് നോക്കാം. ഈക്വൽ ലുക്കപ്പ് എന്ന് ടൈപ്പ് ചെയ്യുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. നോക്കുക, ലുക്കപ്പ് ഫംഗ്ഷന് 3 ആർഗ്യുമെൻറ്റ്സ് ആണുള്ളത്. അഥവാ 3 ഇൻപുട്ടുകൾ കൊടുത്തു കഴിഞ്ഞാലാണ് ലുക്കപ്പ് ഫംഗ്ഷൻ നമുക്ക് ആവശ്യമുള്ള റിസൾട്ട് തരിക. ആദ്യത്തെ ഇൻപുട്ട് ലുക്കപ്പ് വാല്യൂ. XNC 116 എന്ന എംപ്ലോയി ഐ ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എംപ്ലോയിയുടെ പേരാണ് നമുക്കിവിടെ കണ്ടെത്തേണ്ടത്. അതുകൊണ്ട് തന്നെ എംപ്ലോയി ഐ ഡി ആണ് ഇവിടുത്തെ ലുക്കപ്പ് വാല്യൂ. എംപ്ലോയി ഐ ഡി കൊടുത്തിട്ടുള്ള സെല്ല് സെലക്ട് ചെയ്യുക, കോമ. രണ്ടാമത്തെ ഇൻപുട്ട് ലുക്കപ്പ് വെക്റ്റർ. നമ്മൾ പറയുന്ന ലുക്കപ്പ് വാല്യൂവിനെ ഏത് കോളത്തിലാണോ അഥവാ ഏത് ഡേറ്റ റേഞ്ചിലാണോ തിരയേണ്ടത് ആ ഡേറ്റ റേഞ്ചാണ് ലുക്കപ്പ് വെക്റ്റർ. എംപ്ലോയി ഐ ഡിയെ തിരയേണ്ടത് എംപ്ലോയി ഐ ഡീസ് കൊടുത്തിട്ടുള്ള സെല്ലുകളിലാണ്. ലുക്കപ്പ് വെക്റ്ററിന് വേണ്ടി എംപ്ലോയി ഐ ഡീസ് കൊടുത്തിട്ടുള്ള കോളം സെലക്ട് ചെയ്യുക, കോമ. മൂന്നാമത്തെ ഇൻപുട്ട് റിസൾട്ട് വെക്റ്റർ. നമ്മൾ പറയുന്ന ലുക്കപ്പ് വാല്യൂവിനെ നമ്മൾ പറയുന്ന ലുക്കപ്പ് വെക്റ്ററിൽ നിന്ന് കണ്ടെത്തിയ ശേഷം അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഏത് കോളത്തിൽ നിന്നാണോ റിസൾട്ട് തരേണ്ടത് ആ കോളം അഥവാ ആ ഡേറ്റ റേഞ്ചാണ് റിസൾട്ട് വെക്റ്റർ. നമുക്കിവിടെ എംപ്ലോയി ഐ ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എംപ്ലോയിയുടെ പേരാണ് വേണ്ടത്. റിസൾട്ട് വെക്റ്ററിന് വേണ്ടി എംപ്ലോയീസിൻ്റെ പേര് കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യാം, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. XNC 116 എന്ന എംപ്ലോയി ഐ ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എംപ്ലോയിയുടെ പേര് കിട്ടി, വിവേക് മുരളി. ഇനി എംപ്ലോയി ഐ ഡി നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. XNC 120. നോക്കുക, അതിനനുസരിച്ച് എംപ്ലോയിയുടെ പേര് മാറിയത് കാണാം. ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, ആൽഫബറ്റിക് ഓർഡറിലും അതുപോലെ തന്നെ സംഖ്യകളുടെ അസെൻഡിങ് ഓർഡറിലും ഡേറ്റ സോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ആ ഡേറ്റ സെറ്റിൽ ലുക്കപ്പ് ഫംഗ്ഷൻ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുക. സോർട്ട് ചെയ്യാത്ത ഡേറ്റയിലാണ് ലുക്കപ്പ് ഫംഗ്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ തെറ്റായിട്ടുള്ള റിസൾട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. ഒരു ഉദാഹരണം നോക്കാം. ഈ കാണുന്ന അതേ ഡേറ്റ തന്നെയാണ് വലതുവശത്തുള്ള ടേബിളിലും ഉള്ളത്. ആകെ ഒരു വ്യത്യാസമുള്ളത് എംപ്ലോയി ഐ ഡീസിൻ്റെ അസെൻഡിങ് ഓർഡറിൽ ഡേറ്റ സോർട്ട് ചെയ്തിട്ടില്ല. XNC 123 എന്ന എംപ്ലോയി ഐ ഡിക്ക് ശേഷം XNC 113 ആണ് വരുന്നത്. അതിനുശേഷം XNC 116. ഈ ഡേറ്റ സെറ്റിൽ ലുക്കപ്പ് ഫംഗ്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. XNC 116 എന്ന എംപ്ലോയി ഐ ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എംപ്ലോയിയുടെ പേര് കണ്ടെത്താനായിട്ട് ഈക്വൽ ലുക്കപ്പ്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ലുക്കപ്പ് വാല്യൂ, എംപ്ലോയി ഐ ഡി ആണ് ലുക്കപ്പ് വാല്യൂ, കോമ, ലുക്കപ്പ് വെക്റ്റർ, എംപ്ലോയി ഐ ഡീസ് കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു, കോമ, റിസൾട്ട് വെക്റ്റർ, എംപ്ലോയീസിൻ്റെ പേരുകൾ കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. XNC 116 എന്ന എംപ്ലോയി ഐ ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പേരല്ല ഇവിടെ വന്നത്. XNC 116 എന്ന എംപ്ലോയി ഐ ഡി ഉള്ള എംപ്ലോയിയുടെ പേര് വിവേക് മുരളി എന്നാണ്. എന്നാൽ മറ്റൊരു എംപ്ലോയി ഐ ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പേരാണ് ഇവിടെ വന്നത്. അതേസമയം എംപ്ലോയി ഐ ഡീസിൻ്റെ അസെൻഡിങ് ഓർഡറിൽ ഡേറ്റ സോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് ക്ലിക്ക്, സോർട്ട് A to Z, കറക്റ്റായിട്ടുള്ള റിസൾട്ട് വന്നാൽ കാണാം. ഇനി ലുക്കപ്പ് ഫംഗ്ഷൻ ഉപയോഗിച്ച് സോൾവ് ചെയ്യാൻ സാധിക്കുന്ന ആ പ്രത്യേക പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ടേബിളും ശ്രദ്ധിക്കുക. ഗോൾഡ്, സിൽവർ, പ്ലാറ്റിനം എന്നിങ്ങനെയുള്ള കമ്മോഡിറ്റീസിൻ്റെ പല ദിവസങ്ങളിലെ പ്രൈസാണ് ഈ കാണുന്നത്. 2026 ജാനുവരി 2-ാം തീയതിയിലെ ഗോൾഡിൻ്റെ പ്രൈസ്, അതേ ദിവസത്തെ സിൽവറിൻ്റെ പ്രൈസ്, 2026 ജാനുവരി 9-ാം തീയതിയിലെ ഗോൾഡിൻ്റെ പ്രൈസ്, അതേ ദിവസത്തെ സിൽവറിൻ്റെ പ്രൈസ്,
അതേ ദിവസത്തെ പ്ലാറ്റിനത്തിൻ്റെ പ്രൈസ്. ഇങ്ങനെ 3 കമ്മോഡിറ്റീസിൻ്റെ പല ദിവസങ്ങളിലെ പ്രൈസ് ഉള്ള ഒരു ടേബിളാണിത്. ഇത്തരം ടേബിളുകളിൽ നിന്ന് നമ്മൾ പറയുന്ന ഐറ്റത്തിൻ്റെ ലേറ്റസ്റ്റ് പ്രൈസ് ലുക്കപ്പ് ഫംഗ്ഷൻ ഉപയോഗിച്ച് കണ്ടെത്താൻ സാധിക്കും. ഈ ടേബിളിൽ നിന്ന് ഗോൾഡിൻ്റെ ലേറ്റസ്റ്റ് പ്രൈസ് കണ്ടെത്താനായിട്ട് ഈക്വൽ ലുക്കപ്പ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ലുക്കപ്പ് വാല്യൂ 2, ലുക്കപ്പ് വെക്റ്റർ 1 ഡിവൈഡഡ് ബൈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഐറ്റംസ് കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക, ഈക്വൽ ഏത് ഐറ്റത്തിൻ്റെ ലേറ്റസ്റ്റ് പ്രൈസ് ആണോ നമുക്ക് കണ്ടെത്തേണ്ടത് ആ ഐറ്റം കൊടുത്തിട്ടുള്ള സെല്ല് സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, റിസൾട്ട് വെക്റ്റർ പ്രൈസ് കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. നോക്കുക, ഗോൾഡിൻ്റെ ലേറ്റസ്റ്റ് പ്രൈസ് നമുക്കിവിടെ കിട്ടി. ഈ ടേബിളിലെ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള ഡേറ്റ് 2026 ജാനുവരി 30 ആണ്. അതേ ദിവസത്തെ ഗോൾഡിൻ്റെ പ്രൈസ് നോക്കുക 1,61,500. ഇനി സിൽവറിൻ്റെ ലേറ്റസ്റ്റ് പ്രൈസ് വേണമെങ്കിൽ 3,500, പ്ലാറ്റിനം 78,400. അതേസമയം ഈ റെക്കോർഡ് ഞാൻ ഡിലീറ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. ഇപ്പോൾ ഈ ടേബിളിലെ പ്ലാറ്റിനത്തിൻ്റെ ലേറ്റസ്റ്റ് പ്രൈസ് 68,480 ആണ്. 68,480. സമാനമായിട്ടുള്ള ഒരു ഫോമുല ഉപയോഗിച്ച് ഒരു കോളത്തിലെ ഏറ്റവും അവസാനത്തെ വാല്യൂ കണ്ടെത്താൻ സാധിക്കും. ഉദാഹരണത്തിന് കോളം സിയിലെ ഏറ്റവും അവസാനത്തെ വാല്യൂ കണ്ടെത്താനായിട്ട് ഈക്വൽ ലുക്കപ്പ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക 2, 1 ഡിവൈഡഡ് ബൈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, കോളം സി സെലക്ട് ചെയ്യുക, നോട്ട് ഈക്വൽ ടു ഡബിൾ കോട്ട്സ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, വീണ്ടും കോളം സി സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. സി എന്ന കോളത്തിലെ അവസാനത്തെ വാല്യൂ ഇവിടെ വന്നു, സിൽവർ. ഇനി ഞാനിവിടെ മറ്റൊരു വാല്യൂ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് റിസൾട്ട് അപ്ഡേറ്റ് ചെയ്യപ്പെട്ടത് കാണാം. നമ്മളിവിടെ കണ്ട പ്രോബ്ലംസ് VLOOKUP ഫംഗ്ഷൻ്റെ അഡ്വാൻസ്ഡ് വേർഷൻ ആയിട്ടുള്ള XLOOKUP ഫംഗ്ഷൻ ഉപയോഗിച്ചും സോൾവ് ചെയ്യാൻ സാധിക്കും. XLOOKUP ഫംഗ്ഷനെ കുറിച്ച് മുമ്പ് പല വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അവയുടെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കുക. മറ്റൊരു എക്സൽ ഡിപ്പാർട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ.